ജീവകാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മലയോരത്തെ ജനമനസ്സുകളിൽ നിറസാന്നിധ്യമാവുകയാണ് ആവാസ് കുമാരനെല്ലൂർ എന്ന സന്നദ്ധ സംഘടന. വൃക്കരോഗിയായ ബിജീഷ് കൂവപ്പാറയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കഴിഞ്ഞ ദിവസം കുമാരനെല്ലൂരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കാരുണ്യത്തിന്റെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. മുക്കം കുമാരനെല്ലൂർ പ്രദേശത്തെ ഒരുപറ്റം യുവാക്കളുടെ കൂട്ടായ്മയായ ആവാസ് കുമാരനെല്ലൂരാണ് വീണ്ടും കാരുണ്യത്തിന്റെ മുഖവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കുമാരനെല്ലൂരിൽ വെച്ച് നടന്ന ചടങ്ങ് കാരുണ്യത്തിന്റെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ബിജീഷ് കൂവപ്പാറയ്ക്ക് വേണ്ടി ആസാദ് സ്കൂൾ വാർഷിക ദിനത്തിലും മുക്കം ശിവരാത്രി ആഘോഷ ദിവസങ്ങളിലും ആവാസ് സ്ഥാപിച്ച ബിജീഷ് ചികിത്സാ സഹായ കൌണ്ടർ മുഖേനയും അഗസ്റ്റിൻ മൊഴിയിലും തിരുവമ്പാടി എസ്റ്റേറ്റ് ഗ്രൌണ്ടിലും വെച്ച് നടത്തിയ 32ഓളം ടീമുകൾ മാറ്റുരച്ച ഫുട്ബോൾ ടൂർണമെന്റിലൂടെയും ആവാസ് പ്രവാസി വിംഗ് പ്രവർത്തകരിലൂടെയും പിരിച്ചെടുത്ത ഫണ്ട് ആവാസിന്റെ പ്രസിഡന്റ് നവാസ് പി ടി ബിജീഷ് ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി. ചടങ്ങിൽ ആവാസ് പുതുതായി ആരംഭിച്ച ആവശ്യക്കാർ ഏറെയുണ്ട്, ആവശ്യത്തിന് എന്നിലുണ്ട് എന്ന ആശയം മുൻനിർത്തി തുടക്കം കുറിച്ച ബ്ലഡ് ഡൊണേഷൻ വിംഗിന്റെ ലോഗോ ഷെരീഫ് കാരമുല പ്രകാശനം ചെയ്തു. കൂടാതെ കാരശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ അംഗനവാടിക്ക് സൌജന്യമായി സ്ഥലം നൽകിയ അഷ്റഫ് കൊട്ടക്കാടനെയും സത്കർമ്മസാരഥി സൂരജ് പാലാക്കാരനെയും ആദരിക്കുകയും ചെയ്തു. പി ടി ഹക്ക് അധ്യക്ഷനായ ചടങ്ങിൽ എ പി മുരളീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുള്ള കുമാരനെല്ലൂർ, എൻ അബ്ദുൽ സത്താർ, അബ്ദുൾ ബർ, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലിബീഷ് കുന്നത്ത്, ആഷിർ പി ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശക്കുന്നവനും ഭക്ഷണം, നാണം മറയ്ക്കാൻ വസ്ത്രം എന്ന ഉദ്ദേശത്തോടെ ആവാസ് ശേഖരിച്ച ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും സൂരജ് പാലാക്കാരൻ, ഹോപ്പ് ഫൌണ്ടേഷൻ സാരഥി ഡോക്ടർ ഷാവുൽ അമീദ് തുടങ്ങിയവരോടൊപ്പം ആവാസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പൊൻകുഴി ആദിവാസി കോളനികളിൽ 200ഓളം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.